രമ്യ നമ്പീശൻ ടെലിഫോൺ ലൈനിൽ. രമ്യ, സത്യം ജയിക്കുന്നു കൂട്ടുകാരിക്കൊപ്പം, അവസാനം വരെ ബിഗ് സല്യൂട്ട് ടു കേരള പോലീസ് ലെറ്റ് ജസ്റ്റിസ് പ്രിവൈൽ, അവൾക്കൊപ്പം എന്നാണ് ഇന്നലെ അവസാനമായി ഈ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് രമ്യ FB-യിൽ കുറിച്ചത്. എന്തു തോന്നുന്നു? സത്യം ജയിക്കുന്നുവെന്നും നിങ്ങൾക്ക് നീതി കിട്ടുന്നുവെന്നും ഈ അറസ്റ്റിലൂടെ കരുതുന്നുണ്ടോ? അതാണ് ഞാനിപ്പോ എന്ത് ഇമോഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാം. ഞങ്ങൾ എല്ലാവരും സത്യം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷയുണ്ട്. ഇതുവരെയുള്ള എല്ലാ പോലീസ് ഇൻവെസ്റ്റിഗേഷനിലും ഞങ്ങൾ എല്ലാവരും ഭയങ്കര തൃപ്തരായിരുന്നു. ഞങ്ങൾ കംപ്ലീറ്റ് സപ്പോർട്ട് തന്നെയായിരുന്നു. സത്യം പുറത്തു കൊണ്ടുവരും എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, ഇനിയും ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. എല്ലാവരും വി ആർ വിത്ത് ഹർ. ഈ അറസ്റ്റിലൂടെ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തവർ അഴിക്കുള്ളിലേക്ക് പോകുന്നു എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? എന്നുവെച്ചാൽ ഇത് ശരിക്കും നമ്മളെല്ലാവരുടെയും മൈൻഡ് സെറ്റ് നോക്കിയാൽ അറിയാം എന്താണ് അവർക്ക് തോന്നുന്നത്. ബിക്കോസ് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ. ഒരു സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഫ്രെറ്റേണിറ്റിയിൽ നിൽക്കുമ്പോൾ അയ്യോ ഇങ്ങനെ നമ്മളുടെ ഒരാള് നമ്മുടെ കൂടെ എന്നും എന്താ പറയുക മീറ്റിങ്ങിന് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളിങ്ങനെ നമുക്കത് ഇതുവരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പോ നേരിട്ട് കാണുമ്പോ ദ റിയൽ കൾപ്രിറ്റ് പിടിയിലാകും എന്നൊരു വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ചിലരുടെ ശരീരഭാഷകളിൽ നിന്ന്, ചിലരുടെ ജസ്റ്റേഴ്സിൽ നിന്നൊക്കെ ചിലർക്ക് ചിലരെ സംശയമുണ്ട് എന്ന് തോന്നാമല്ലോ. ഈ തുടക്കം മുതൽ നിങ്ങളടക്കം ചില ആൾക്കാർ അങ്ങനെ ചിലരെ സംശയിച്ചിരുന്നു. അവരാണ് അഴിക്കുള്ളിലേക്ക് പോകുന്നത് എന്നുകൂടി ഉറപ്പാക്കാമോ ഇപ്പോൾ? ആദ്യത്തെ രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പെക്കുലേഷൻസിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വന്ന് നമ്മളിങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഇങ്ങനെ ആയിരിക്കോ എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആയിരിക്കും എന്ന് ഉറപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാരും പറയുന്നു അപ്പൊ ഇങ്ങനെ ഉണ്ടാവൂ എന്നുള്ള സ്വാഭാവികമായിട്ടൊരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന ചിന്താഗതികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ സംഭവിക്കും ആ ഒരു സംശയത്തിന്റെ രീതിയിലാണ് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലത്തെ വാർത്ത ശരിക്കും ഞെട്ടിപ്പിക്കുന്ന തന്നെയായിരുന്നു. ഈ പറയുന്ന പോലെ കുറെ തെളിവുകൾ ഉണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടി ഇത് സംഭവിക്കോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തോടു കൂടി എല്ലാ കഥയുടെ ഗതി മുഴുവൻ മാറിയെന്ന് തന്നെ പറയാം. അതെ, ഇതിന്റെ ഒരു കൃത്യമായ ക്ലിയർ കട്ട് ചിത്രം ലഭിച്ചു എന്നുള്ളതാണ് വസ്തുത. ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപക്ഷെ പൊതുസമൂഹത്തിന് അത് അറിയാനും ആഗ്രഹം കാണും. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അത് ഒരിക്കലും സാധ്യമല്ല. കാരണം ഈ മുഖംമൂടികൾ ഇനിയും പിച്ചി ചീന്തേണ്ടത് അനിവാര്യമാണ്. ആരെയും സംരക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇങ്ങനെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. ഈ വ്യക്തിവൈരാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് ഇതിന്റെ വസ്തുത? ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന് ആദ്യം തന്നെ ഞങ്ങൾ എല്ലാവരും എടുത്തൊരു നിലപാട്, ഞങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേഷന് ഭംഗം വരുത്തുന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കുകയോ അതിനെതിരെ ആക്ട് ചെയ്യില്ലെന്ന് ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു. ബിക്കോസ് ഒരു ഞങ്ങൾക്കറിയാം ഈ ഞങ്ങളുടെ കൂട്ടുകാരിയുടെ ഒപ്പം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നതാണ്. അവരനുഭവിച്ചിട്ടുള്ള ഹേർട്ടും അവരനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളൊക്കെ നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞങ്ങളെല്ലാം. അപ്പൊ ഒരു രീതിയിലും അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ അവരുടെ ഫീലിംഗ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന രീതിയിലോ ഒരു രീതിയിലും ഞങ്ങൾ പ്രതികരിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി, ഇത് പൊതുസമൂഹത്തിന്, ഞങ്ങൾ മാധ്യമ സമൂഹത്തിനടക്കം സിനിമാ ലോകത്തിനടക്കം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നോ ഈ വാർത്ത സ്ഥിരീകരണം ഉണ്ടാകുമ്പോൾ നിങ്ങളും? തീർച്ചയായിട്ടും. അതാണ് എന്താണ് നമുക്ക് ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് ഇമോഷനിലാണ് നിങ്ങളൊക്കെ പോയിണ്ടാവുക. ഈ സംശയമുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളും സംശയമുണ്ട് എന്ന രീതിയിലാണ് നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലത്തെ ആ ഒരു ന്യൂസ് ഞങ്ങള് വൈകുന്നേരം കേട്ടപ്പോ ഞെട്ടിത്തരിച്ചു, സങ്കടം വന്നു, വേദന വന്നു. എന്ത് ഇമോഷനാണ് അതിന് എല്ലാം കൂടിയൊരു ഇമോഷനിലാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത്. ഈ കുട്ടിക്കെതിരെ ആക്രമണം നടന്നതിന് ശേഷം നിങ്ങൾ ഒരു പ്രതിഷേധ കൂട്ടായ്മ കൊച്ചിയിൽ സംഘടിച്ചപ്പോൾ ഇതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞത് നടി മഞ്ജു വാര്യരായിരുന്നു. അതിനുശേഷം ദിലീപ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ശരിക്കും അസ്വസ്ഥനാണ്. രാവിലെ അദ്ദേഹത്തിന്റെ ഏതോ സുഹൃത്ത് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. എത്ര കൃത്യമായാണ്, അതായത് ഈ നടൻ എന്നതിന്റെ പൂർണ്ണതയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം പൊതുസമൂഹം അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ വാക്കുകളും ഇപ്പോഴത്തെ സാഹചര്യവും കൂടി? അത് തന്നെയാണ് ഇതിപ്പോ. അതാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എനാക്ട് ചെയ്യാൻ പറ്റുന്നു, ഇങ്ങനെയൊക്കെ രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന സത്യം എന്ന അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. വളരെ ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ യോജിപ്പിച്ച് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പറ്റുമോ? സത്യം പറഞ്ഞാൽ ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഉള്ളത്. ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ എങ്ങനെ പറ്റുന്നു എന്നുള്ള സ്വാഭാവികമായി മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. വളരെ നന്ദി രമ്യ നമ്പീശൻ ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്.